എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാസ ശുപാർശ ചെയ്തിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് പറയാമെന്ന്. അപ്പോൾ നിങ്ങൾക്കതറിയണ്ടേ? അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ആദ്യമായി നമുക്ക് മണി പ്ലാന്റ് തന്നെ പറയാം. മണി പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. എല്ലാവർക്കും വളർത്താൻ എളുപ്പമാണ്, ഈസിയാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാം. പലതരം മണി പ്ലാന്റ് ഉണ്ട്. ഗോൾഡൻ പോത്തസാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതായത് മുയലിൻ്റെ പുറത്തിരിക്കുന്ന ചെടിയിൽ ഗോൾഡൻ പോത്തസ്. എല്ലാ മണി പ്ലാന്റും നല്ലതാണ്. അതിൽ കാർബൺ മോണോക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ബെഡ്റൂമിലും ഒക്കെ വെക്കാം. രാത്രി എല്ലാം നമ്മുടെ വീടിനുള്ളിലിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ മണി പ്ലാന്റിനെ പറ്റി അറിയുക. പിന്നെ മണി പ്ലാന്റിനെ പറ്റിയുള്ള വലിയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും മണി പ്ലാന്റിൻ്റെ ഗുണങ്ങൾ. അടുത്തതായി നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റിനെ പറ്റി പറയാം. പാമ്പ് ചെടി, സാൻസിവേറിയ പല വിധത്തിലുള്ളതുണ്ട്. സിലിണ്ടറിക്കലായിട്ടുള്ളതുണ്ട്. പിന്നെ അതേപോലെ യെല്ലോ ബോർഡറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗ്രീനും വൈറ്റും ഒക്കെ കൂടി വരുന്നത്. അങ്ങനെ പല വിധത്തിൽ. സിലിണ്ടറിക്കലുണ്ട്, ഉരുണ്ടിരിക്കുന്ന പോലത്തത്. പിന്നെ ഇതിന് പല പേരാണ് കേട്ടോ പറയുന്നത്. പല ദിക്കിലും പല പേരാണ് പറയുന്നത്. അത് പിന്നൊരു രസകരമായ പേര് കൂടിയുണ്ട്, മദർ ഇൻ ലോസ് ടങ്. ഇതെല്ലാം ഞാൻ പണ്ട് ഇട്ടിട്ടുള്ളതാണ്, നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇനി വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ഇതും നാസ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. രാത്രിയിൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു. സാധാരണ രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡല്ലേ മരങ്ങളൊക്കെ ചെടികളും എല്ലാം പുറപ്പെടുവിക്കുന്നത്. ഇത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ തുടങ്ങിയ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നാസ പറഞ്ഞിരിക്കുന്നത് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വളർത്തുക. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താം. അധികം വെള്ളമൊന്നും വേണ്ട. പക്ഷേ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മൃഗങ്ങളൊക്കെ ഇല്ലേ, പെറ്റ്സ്, അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊന്നും കടിച്ച് തിന്നാതിരിക്കാനായിട്ടും കുട്ടികളൊക്കെ കടിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അധികം ഷോർട്ടായിട്ട് നിൽക്കുന്നത്, അങ്ങനെ പലതും ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഇനി നമുക്ക് കറ്റാർ വാഴയെ പരിചയപ്പെടാം. കറ്റാർ വാഴ അപൂർവമായ ഔഷധ സസ്യമാണ്. ആരോഗ്യകരമായ ജീവനുള്ള സസ്യം. ഇതിൻ്റെ ആരോഗ്യകരമായ കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നാസ ശുപാർശ ചെയ്ത പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. അതിലൊന്നാണ് കറ്റാർ വാഴ. ആവശ്യമെങ്കിൽ ഇത് വീണ്ടും വിവരിച്ച് പറയുന്നതാണ്. ഇപ്പോൾ കറ്റാർ വാഴ വായു ശുദ്ധീകരിക്കുന്നു. അത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം. മുറിയിൽ വെക്കുമ്പോൾ ഇലകൾ തവിട്ട് നിറത്തിലെ പാടുകൾ വരികയാണെങ്കിൽ വായു അശുദ്ധമായി എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ കറ്റാർ വാഴ അകത്ത് വെക്കുന്നത് നല്ലതാണ്. വെച്ച് ശീലിക്കുക. ഇതെല്ലാം നാസ ശുപാർശ ചെയ്ത കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങളെല്ലാം വളർത്തുക. ഒരു കറ്റാർ വാഴ എടുത്ത് വീട്ടിൽ ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ വയ്ക്കുക. അധികം പരിചരണമൊന്നും വേണ്ട. അത് വളർന്നോളും. കാണാനും നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ കുത്തുകളും അരികിലുള്ള വാള് പോലെയുള്ളതെല്ലാം കാണാൻ നല്ലതാണ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഈ സ്പൈഡർ പ്ലാന്റ് എല്ലാ വീടുകളിലും കാണുന്നതാണ്. അത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ എളുപ്പമാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ഇലയുടെ അറ്റത്ത് വീണ്ടും തൂങ്ങി വേറെ ചെടി ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ക്ലീൻ എയർ പഠനത്തിൽ, നാസയുടെ ക്ലീൻ എയർ പഠനത്തിൽ ഈ ചെടിയെയും സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ വീടുകളിൽ വായു വിഷവസ്തുക്കളെല്ലാം നീക്കം ചെയ്ത്, അതായത് ഫോർമാൽഡിഹൈഡ്, സൈലിനും നീക്കം ചെയ്യുന്നതിനും എയർ പ്യൂരിഫിക്കേഷനും എല്ലാം ഇത് നല്ലതാണ്.
അപ്പോൾ ഇത് വളർത്താവുന്നതാണ്. നിങ്ങളെല്ലാം വളർത്തുക, വളരെ എളുപ്പം വളർത്താം, നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ പിന്നെയും പറയുന്നില്ല. ഇതുപോലെ ധാരാളം ചെടികളുണ്ട്. എയർ ശുദ്ധീകരിക്കുന്നതിന്, വായു ശുദ്ധീകരിക്കുന്നതിന് പറ്റിയ ചെടികളാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ അതെല്ലാവരും ഓരോരുത്തർ വളർത്തുക. പടം കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇതെന്ത് ചെടിയാണെന്ന്? ഹാങ്ങിങ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വളർത്താൻ ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് നാസ ശുപാർശ ചെയ്തിട്ടുള്ള ചെടികൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ചെടികളും നാസ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടികളെല്ലാം വളർത്തുക, എല്ലാവരും നല്ല വായു ശ്വസിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെയും വിഷാംശങ്ങളെയും എല്ലാം അകറ്റി പരിശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം അല്ലേ. എല്ലാ ചെടികളും കൂടി നിങ്ങൾക്ക് വളർത്താൻ പറ്റില്ല, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പറയാം. പീസ് ലില്ലി, ബാംബൂ പാം ഇതെല്ലാം ഇതിൽ പെട്ടതാണ് കേട്ടോ. എല്ലാ ചെടികളും ശുദ്ധവായു തരുന്നതാണ്. നാസ റെക്കമെൻഡ് ചെയ്തതാണ് ഇപ്പോൾ അധികം പറഞ്ഞത്. അതിൽ 4-5 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കുക, അത് വളർത്താൻ ശ്രമിക്കുക. ഈ സ്നേക്ക് പ്ലാന്റ്, മണി പ്ലാന്റ് ഇതെല്ലാം എളുപ്പമാണ് വളർത്താൻ. ബാംബു ഒക്കെ നല്ല എളുപ്പമാണ് വളർത്താനായിട്ട്. സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുക, ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും. കറ്റാർ വാഴയൊക്കെ ആണെങ്കിൽ ഔഷധവുമാണ്. പിന്നെ പൂക്കളിൽ ജർബറ എല്ലാം നല്ലതാണ്. ഓർക്കിഡ് കൂടി ചിലത് നല്ലതാണ്. നിങ്ങൾക്കുള്ള സ്ഥലവും താല്പര്യവും അനുസരിച്ച് ചെടികൾ വളർത്താൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടില്ലാത്ത ചെടികൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെച്ച് വളർത്തുക. ഇപ്പോൾ കറ്റാർ വാഴ പോലെയുള്ളതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഔഷധമായിട്ട് സ്കിന്നിനും തലമുടിക്കും താളി അങ്ങനെ എല്ലാത്തിനെയും പറ്റി ഞാൻ കൂടുതൽ ഓരോന്നേ വിവരിക്കുന്നുണ്ട്. സിസി പ്ലാന്റ് അതും നല്ലതാണ്, അകത്ത് വെക്കാം. എല്ലാത്തിനും ഓരോ വാസ്തു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാംബുവിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും വാസ്തു പറയുന്നുണ്ട്. ബിഗോണിയ, സിങ്കോണിയ എല്ലാം നല്ലത് തന്നെ. ഏതെങ്കിലും ഇത് തകർന്ന ഹൃദയത്തിനും വാസ്തുവുണ്ട്. കുപ്പുകയോടെ ലക്ഷ്മി ശിവ്.